Hello, everyone. I'm Nina. Today, I've come to a very close-knit family of mine. I've come to spend Christmas evening with my sister and family, but then also my mom. Okay, she's my spiritual mom. I would say my sister was married into this family, but then I am born as the daughter of this house. So it's my great privilege to introduce you to this wonderful woman. She is none other than Mary Matthew Palal, and Papa, he is P.I. Matthew. He is going to be with the Lord. But this family is a family that I've spent my most beautiful moments with them. So I would like to do a small documentary with Mary Matthew Palal as she's spending time with her grandchildren. Yes, over to you, Amma. Hi, Mary Matthew. So I am your granddaughter, Maya. I've known you all my life, but I'd love to hear a little bit more about your childhood and your family. ഞാൻ 1944 ജനിച്ചത്. അന്ന് വളരെ ഇന്ന് കാണുന്ന യാതൊന്നും കാണാനില്ലാത്ത ഒരു തനി ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങളുടെ പഴയ കാലവും ഇപ്പോഴത്തെ കാലവും കൂടെ നോക്കിയാൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഇതെല്ലാം കാണാൻ എന്നെ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തോട് നന്ദി പറയും. We'd like to know more about, we've seen you a lot growing up, being a grandmom, being a wonderful grandmother, but we'd like to know about when you were a grandchild, your school life or your college life. ഞാനൊരു ഗ്രാൻഡ് ചൈൽഡ് ആയപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു ഓർമ്മ എൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഗ്രാൻഡ് മദർ വളരെ ചെറുപ്പത്തിലെ തന്നെ വിധവയായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റേമ്മ എന്നാണ് വിളിക്കുന്നത്. മറ്റേമ്മ വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെ വളരെ തീക്ഷ്ണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ അമ്മ ഗ്രാൻഡ് മദർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ് മദറിനെ പറ്റി ഓർത്താൽ ഗ്രാൻഡ് മദർ ഞങ്ങളെ ഒരുപാട് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ കുഞ്ഞുനാൾ മുതലേ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാസ്തവത്തിൽ പറഞ്ഞാൽ ഇന്നും ഞാനത് ഓർക്കുന്ന വലിയ കാര്യങ്ങളാണ്. ഒരു പെങ്കൊച്ച് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ഓരോരുത്തരുടെ നടപ്പ് കണ്ടാലറിയാം അവരുടെ സാമർഥ്യം എന്തുമാത്രം ഉണ്ടെന്ന്. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്ന കണ്ടാലറിയാം സാമ്പത്തികം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പിശുക്കനാണ്. അപ്പോൾ എൻ്റെ മറ്റേ അമ്മ ഒരു നല്ല പിശുക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പെൻസിലൊക്കെ പുതിയത് മേടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ അമ്മ പെൻസിലിൻ്റെ അറ്റം ചെറിയ മുറി പെൻസിൽ കൊണ്ട് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ മറ്റേ അമ്മ ഞങ്ങൾക്ക് കാശ് വരുള്ളൂ പുതിയത് മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഒരു നോക്കിയപ്പോൾ മുറി പെൻസിലും ഇല്ല, ഒന്നുമില്ലാണ്ട് കാശ് ചോദിച്ചപ്പോൾ തന്നില്ല. അപ്പോൾ അമ്മയുടെ പെട്ടി എടുത്ത് വെച്ച് എൻ്റെ ഒരു ഓർമ്മയുള്ള കാര്യമാണ്. പെട്ടി എടുത്ത് വെച്ച് പെട്ടിയുടെ മുകളിൽ മുഴുവൻ മറ്റേ വേറൊരു പേന എടുത്ത് വെച്ചിട്ട് അമ്മയുടെ പെട്ടി ചീത്തപ്പെട്ടി, അമ്മയുടെ പെട്ടി ചീത്തപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് അന്നത്തെ ആ ചെറുപ്പകാലത്തെ ഉള്ള എന്താ പറയുന്നത് ആ ഒരു ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ഞങ്ങളുടെ മറ്റേമ്മ, അപ്പച്ചൻ, അമ്മ എല്ലാവരും ഞങ്ങളെ ഒരു നല്ല കുടുംബത്തിൽ എങ്ങനെ ചെല്ലണം എന്നുള്ളതിനെ പറ്റി ഒത്തിരി പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. എൻ്റെ അപ്പച്ചൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അപ്പച്ചൻ എന്നോട് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്. എൻ്റെ മദറിലൊക്കെ എപ്പോഴും ഒരു രോഗിയായിരുന്നു. അപ്പം പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിച്ചിരിക്കണം. അതൊരു വലിയൊരു ഒരൊറ്റ ഉപദേശം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഞാൻ കഴിയുന്നത്ര ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. Mama, you recently turned 80 years old. What is one word of advice you'd give 18-year-old self? 18 years ഉള്ള പിള്ളേർ, ഞാൻ പെൺപിള്ളേരോടാണ് സംസാരിക്കുന്നത് ആണല്ലോ. അപ്പോൾ പെൺപിള്ളേർ
എപ്പോഴും അവരുടെ ആ ഒരു സ്വത്വത്തെ അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവത്തെ വാർത്തെടുക്കുന്ന സമയമാണത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിനയത്തോടും വളരെ സ്നേഹത്തോടും കൂടി പെരുമാറണം. നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ള ഒരു സുബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു എളിമ, വിനയം ഇതൊക്കെ നമ്മുടെ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാണുന്ന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ അതാണ്. പക്ഷെ നമ്മളെപ്പറ്റി ഒരാളൊരു അഭിപ്രായം ചോദിച്ചാൽ അത് നല്ലതെന്ന് പറയത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് ഒരു സമൂഹത്തിനൊരു നിലയുണ്ടാകും. അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് വളരെ കുറവുള്ളതാണ്. ഞാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ കാര്യം, ഞാനെന്നുള്ള ഒരു മനോഭാവം മാറ്റി മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ ആ കൊച്ചു നല്ല കൊച്ചു എന്ന് സർട്ടിഫിക്കറ്റ് വെച്ചു. അമ്മയുടെ രണ്ടാമത്തെ മരുമകളായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. അപ്പം അമ്മയുടെയും പപ്പയുടെയും പ്രാർത്ഥനാ ജീവിതം എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുമ്പം ഞാൻ കേൾക്കുന്ന പപ്പയുടെ അമ്മയുടെയും പ്രാർത്ഥനാ ശബ്ദം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മുറിയിൽ വരുമ്പം രണ്ടുപേരും പായിൽ മുട്ടുമുട്ടി നിന്ന് മക്കൾക്കും തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് 1-2 വാക്കുകളൊന്ന് പറയാമോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങളെ പ്രാർത്ഥനയ്ക്കാനുള്ള പഠിപ്പിച്ചുകൊണ്ടാണ്. അത് നമുക്ക് നമുക്ക് അറിയാവുന്നത് പുസ്തകത്തിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ കാണാതെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നാലും അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണമെന്ന് വളരെ ഒരു കർശനമായ നിലപാടിലുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. പള്ളിയിൽ പോകണമെന്നൊക്കെ ഉള്ള ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു ഇതിലാണ് ജനിച്ചത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ലീന പറഞ്ഞതുപോലെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനും എൻ്റെ ആത്മീയ ജീവിതത്തിനും എല്ലാം വ്യത്യാസം വന്നത് ഒരു കാലഘട്ടത്തിലാണ്. ഒരു 99-2000 ആണ്ടിലാണ് എനിക്ക് ആ വ്യത്യാസം വന്നത്. ആ വ്യത്യാസം വന്നപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കർത്താവിനോട് അടുക്കാനും ദൈവവചനത്തെ കൂടുതൽ അറിയാനും അങ്ങനെ അറിയാനും എനിക്കിടയായി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഭാഗം ഞാൻ വായിച്ചു. യെശയ്യാ 29:11 എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് വചനം ഓർക്കുന്നില്ലെങ്കിലും ഓർക്കുന്നില്ലെങ്കിലും ആ വചനം എൻ്റെ ഹൃദയത്തിൽ നന്നായിട്ട് തട്ടി. എൻ്റെ ജനമോ അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ആരാധിക്കുകയും വായു കൊണ്ട് എന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു, എന്നാൽ അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. അവർക്ക് എന്നോടുള്ള ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളെത്ര. ഞാൻ അവരോട് ഒരു കാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഭാഗം. അവരുടെ ജ്ഞാനത്തെ ഞാൻ കളയും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആ ഒരു വാക്യം വായിച്ചപ്പോൾ എനിക്കതൊരു ഭയങ്കരമായിട്ടൊരു എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ഒലച്ച് കളയുന്ന ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വായിച്ചപ്പം യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം മനഃപ്പാഠമാക്കിയ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ അതിനുശേഷം മനഃപ്പാഠമാക്കിയ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന മാത്രം, മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന അങ്ങനെ അതെൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വലിയൊരു ചേഞ്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ 10 വർഷം, പുള്ളിയുടെ മരിച്ച ആ സമയത്ത് 10 വർഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചു. അവസാന കാലങ്ങളിൽ 10 വർഷം. എന്തിനാ ബൈബിൾ വായിക്കണ്ടേ? ബൈബിൾ വായിച്ചിട്ടുണ്ടാകുമോ? ബൈബിൾ വായിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത് നല്ല ഒരു ചോദ്യമാണ്. കാരണം പറയാൻ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ദൈവം. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താ? അവൻ്റെ പേർ ദൈവവചനം എന്നാകുന്നു. അപ്പം ദൈവവചനം
എന്ന് പറയുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് റെവല്യൂഷൻ വചനങ്ങൾ ഇത് കിട്ടുള്ളൂ, വെളിപ്പാടുകൾ കിട്ടുള്ളൂ. നമ്മളോട് സംസാരിക്കുന്നതാണോ? അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ആരാധിക്കുകയും വായു കൊണ്ട് എന്നെ സ്തുതിക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ അത് ദൈവം എന്നോട് സംസാരിച്ചതാണ്. കാണാതെ പഠിച്ചുള്ള പ്രാർത്ഥന ദൈവത്തിന് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വായിക്കാം. അതാണ് അതിനെപ്പറ്റി ഇമ്പോർട്ടൻസ്. വചനം ദൈവമാണ്, ദൈവം വചനമാണ്. ദൈവം വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കും. മെരിമായി മകളായി, മരുമകളായി, ഭാര്യയായി, അമ്മയായി, ഗ്രാൻഡ് മദർ ഇൻ ലോ ആയി. അപ്പോൾ ഞങ്ങളെപ്പോലെ ഇപ്പോൾ ലൈഫിൽ അമ്മ റോളും മരുമകളൊക്കെ ആയിട്ടിരിക്കണം ഞങ്ങളോട് മെരിമായിക്ക് ഉള്ള അഡ്വൈസ് എന്താ? വളരെ ഭാരമേറിയൊരു ചോദ്യമാണ്. ഞാനത് പറഞ്ഞാൽ മക്കൾക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. ഒരു മകൻ്റെയോ മകളുടെയോ വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹം കഴിയുമ്പോൾ അവരൊരു വേറൊരു കുടുംബമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാതാപിതാക്കൾ. അവരുടെ ഒരു കാര്യത്തിനകത്തും ഇടപെടാൻ പോകാതെ, മാതാപിതാക്കൾ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യത്തിലും ഇടപെടാൻ പോകാതെ അവരെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു കുടുംബമായിട്ട് കണക്കാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അതുപോലെ തന്നെ വരുന്ന മക്കളാണേലും ഇത് എൻ്റെ സ്വന്തം വീടാണ് എന്നുള്ള ചിന്തയോടുകൂടി തന്നെ നമ്മൾ മാതാപിതാക്കളെ കരുതുകയും അവർക്ക് വേണ്ടി അവരുടെ ഒരു വീട്ടിൽ ചെന്നാൽ ഒരിക്കലും ഒരു ജനിച്ച വീട് പോലെ ചെല്ലില്ല. ഒരു വീട്ടിൽ ചെന്നാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. പക്ഷെ നമ്മൾ പെൺമക്കൾ ആ വീട്ടിൽ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളെ മാറ്റുകയും നമ്മൾ ഒരു മോളെന്നുള്ള രീതിയിൽ കൂടെ തന്നെ കുടുംബത്തെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഏതെങ്കിലുമൊക്കെ അമ്മായിമ്മയുടെ കുറ്റങ്ങളൊക്കെ പറയുമ്പം ജോലിക്കാരും അങ്ങനെ ഓരോരുത്തർക്ക് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് എൻ്റെ അമ്മായിമ്മ എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മ പറയുന്ന പോലെ ഞാനങ്ങ് വിചാരിക്കും. അത് ഞാൻ ഇന്നും എൻ്റെ അമ്മായിമ്മ ഉള്ള അത്രയും കാലവും ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ ചിന്തയുണ്ടെങ്കിൽ. താങ്ക് യു അമ്മ. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനെ നന്ദി. ഐ റിയലി വിഷ് ഇതുപോലെ എല്ലാ ഭവനവും ഒന്നിച്ചിരുന്ന് സമയങ്ങൾ ചെലവഴിക്കുകയും തലമുറകളുടെ അല്ലെങ്കിൽ ദീർഘ വർഷങ്ങളുടെ പരിചയങ്ങളും അവരുടെ അറിവുകളും അടുത്ത തലമുറയോടും സംസാരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു നല്ല കുടുംബമായി ജയിക്കും എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ഫോർ ലിസണിങ് ടു അസ്. ഗോഡ് ബ്ലെസ്.